ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ഓണപ്പരീക്ഷ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഏറിപ്പോയാൽ ഒരു മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ് നമ്മുടെ സ്വന്തം ഓണപ്പരീക്ഷ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ആ പറയുന്ന ഓണപ്പരീക്ഷയിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മളിപ്പോൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതേ പാറ്റേണിൽ വേറെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന പാറ്റേണിൽ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏറ്റവും ലളിതമായ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാം. സോ ഇതാണ് അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പക്കയാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അടിപൊളിയായി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ഗംഭീരമായിട്ട് പഠിക്കുക മക്കളെ. സോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിലോട്ട് കിടക്കണം. അതിനു മുമ്പ് നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. +2 വിദ്യാർത്ഥികൾക്ക് സൈലം ഫ്രീ ആയിട്ട് നടത്തുന്ന വാട്സപ്പ് ചാനലാണ്. സോ അതിൽ +2 റിലേറ്റഡ് ആയ എല്ലാ പോൾസും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും എല്ലാം വരുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഏത് ചോദ്യം കണ്ടാലും എൻ്റെ മക്കൾ മനസ്സിരുത്തി ഒരു 2 തവണ ചോദ്യം അങ്ങ് വായിക്കുക. എന്നിട്ടും മാത്രം അതിന് ആൻസറിലോട്ടും ഗിവൺ ഡാറ്റയിലോട്ടും ബാക്കി പ്രൊസീഡിങ്സിലോട്ടും കിടക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് പറയുന്നത്. ശ്രദ്ധിക്കണം മക്കളെ. 2 ചാർജുകളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ 2 ചാർജുകളുണ്ട്. +4e അതുപോലെ തന്നെ +e. ഇതാണ് നമ്മുടെ 2 ചാർജുകൾ. ഈ 2 ചാർജുകളും എ എന്ന് പറയുന്ന ദൂരത്തിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു ദൂരമാണപ്പാ. എ എന്ന് പറയുന്ന ദൂരത്തിലാണ് ഈ 2 ചാർജുകൾ. 10 സെന്റിമീറ്റർ ദൂരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ എ എന്ന് പറയുന്ന ദൂരത്തിലാണ് ഈ 2 ചാർജുകളും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. അടുത്തത്, വേർ ഷുഡ് ബി എ തേർഡ് ചാർജ് ക്യൂ. മൂന്നാമത്തെ ചാർജ് ഏതാണ്? ക്യൂ. ഈ മൂന്നാമത്തെ ചാർജ് ഈ 2 ചാർജുകൾക്കിടയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലാണ് അത് ഇക്വിലിബ്രിയത്തിലായിരിക്കുക? ആ മൂന്നാമത്തെ ചാർജായ ക്യൂ എന്തിലിരിക്കുക? ഇക്വിലിബ്രിയത്തിലിരിക്കുക. റൈറ്റ്. ഇതാണ് ചോദ്യം. സോ 2 ചാർജുകളുണ്ട്. +4e +eയുമാണ് 2 ചാർജുകൾ. ഈ 2 ചാർജുകൾ എ എന്ന് പറയുന്ന ദൂരത്തിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കിടയിൽ ഏതു പോയിന്റിൽ മൂന്നാമത്തെ ചാർജ് കൊണ്ടുപോയി വെച്ചാലാണ് അത് ഇക്വിലിബ്രിയത്തിലിരിക്കുക എന്നതാണ് ചോദ്യം. തയ്യാറല്ലേ? എല്ലാവരും തയ്യാറല്ലടാ? എങ്കിൽ നമുക്ക് ആ ചോദ്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ആദ്യം ഈ പറയുന്ന 2 ചാർജുകളും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ പടം നമുക്ക് വളരെ ലളിതമായിട്ടൊന്ന് കൺസ്ട്രക്ട് ചെയ്യാം. റൈറ്റ്. ഇതാണ് ദൂരം. നമുക്ക് എ എന്ന് പറയുന്ന ദൂരം നമുക്കിതെടുക്കാം. സോ എ എന്ന് പറയുന്ന ദൂരത്താണ് ആരിരിപ്പുള്ളത്? 2 ചാർജുകൾ ഇരിപ്പുള്ളത്. 2 ചാർജുകളെ നമുക്ക് മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ് +eയും +4eയും 2 ചാർജുകൾ. ഈ 2 ചാർജുകൾ എ എന്ന് പറയുന്ന അകലത്തിലാണുള്ളത്. ഈ 2 ചാർജുകൾക്ക് നടുവിലാണ് ഞാൻ മൂന്നാമത്തെ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ക്യൂ എന്ന് പറയുന്ന ചാർജ് എന്തിലിരിക്കണം? ഇക്വിലിബ്രിയത്തിലിരിക്കണം. റൈറ്റ്. മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. ഞാൻ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ഈ നടുവിൽ കൊണ്ടുപോയി വെച്ചാൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. എപ്പോഴാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ അറ്റൈൻ ചെയ്യുക? ആ ക്യൂ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താവുമ്പോൾ? 0 ആവുമ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിലായിരിക്കുക. നിങ്ങൾക്കറിയണം, ഇത് ഞാൻ ക്യൂ ആണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് +4e ഉള്ളതെന്ന് വിചാരിക്കുക. ഇവിടെയാണ് +e ഉള്ളതെന്ന് വിചാരിക്കുക. ഇത് 3ഉം പോസിറ്റീവ് ചാർജ് തന്നെ. നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന ക്യൂവും പോസിറ്റീവാണ്. സോ 3ഉം പോസിറ്റീവ് ചാർജ് ആയതിനാൽ തന്നെ +4e ഈ പറയുന്ന ക്യൂവിനെ റിപ്പൽ ചെയ്യും. +e ഈ ക്യൂവിനെ റിപ്പൽ ചെയ്യും. സോ ഇവിടെ നിന്ന് 2 ഭാഗത്ത് നിന്നും അവൻ എന്ത് ആക്ട് ചെയ്യും? റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. 2 ഭാഗത്ത് നിന്നും റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ 2 റിപ്പൽസീവ് ഫോഴ്സും ഈക്വൽ ആവുമ്പോഴാണ് അവൻ എന്തിലിരിക്കുക? ഇക്വിലിബ്രിയത്തിലിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? 2 വശത്ത് നിന്നുമുള്ള റിപ്പൽസീവ് ഫോഴ്സ് തുല്യമാവുമ്പോഴാണ് ക്യൂവിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവുക. അപ്പോഴാണ് അവൻ ഇക്വിലിബ്രിയത്തിലിരിക്കുക. കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അതായത് എൻ്റെ 2 വശത്തു നിന്നും ഈക്വലി എന്നെ തള്ളുമ്പോൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് വല്ല മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. കാരണം എൻ്റെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ദാറ്റ്സ് ഇറ്റ്. സോ സിമിലർ വേ ക്യൂവിൽ 2 സൈഡുമുള്ള റിപ്പൽസീവ് ഫോഴ്സ് തുല്യമാവുമ്പോഴാണ് അവൻ ഇക്വിലിബ്രിയത്തിലായിരിക്കുക. ഇനി കാര്യത്തിലോട്ട് കിടക്കാം. നടുവിൽ വെച്ചാൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും? ഒരിക്കലും ആയിരിക്കില്ല. കാരണം നോക്കടാ, നടുവിൽ വെച്ചാൽ 2ലോട്ടുള്ള ദൂരം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. +4e ആണ്. സോ അതിനാൽ തന്നെ ഇവൻ കൊടുക്കുന്ന റിപ്പൽസീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. എൻ്റെ ഒരു വശത്ത് വലിയ ബാഹുബലി കണക്ക് ഗടാഗടിയനായ ഒരുത്തനും ഈ സൈഡ് മെലിഞ്ഞുണങ്ങിയ ഒരുത്തനും പിടിച്ച് തള്ളിക്കഴിഞ്ഞു വെച്ചാൽ ശരിയാവോ? ഒരിക്കലും ശരിയാവില്ല. ഇവന് ഭയങ്കര പവറായിരിക്കും. ഇവനെ തള്ളി അങ്ങ് നീക്കും. സിമിലർ വേ ഇവന് മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. ഇവൻ കൊടുക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഇവന് മാഗ്നിറ്റ്യൂഡ് കുറവാണ്. ഇവൻ കൊടുക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് കുറവായിരിക്കും. റൈറ്റ്. അടുത്തത്,
എങ്കിൽ ഞാൻ ഈ ക്യൂവിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് എങ്ങോട്ടാണ്? +4 അടുത്ത് ഷിഫ്റ്റ് ചെയ്താൽ ഒരിക്കലും ശരിയാവില്ല. കാരണം ഇവൻ അല്ലെങ്കിലേ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ, അവൻ്റെ അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ കൂടുതൽ മാഗ്നിറ്റ്യൂഡിൽ പിടിച്ച് അങ്ങ് തള്ളും, കൂടുതൽ ഫോഴ്സ് കൊടുത്ത് അവനെ റിപ്പൽ ചെയ്യും. സോ ഒരിക്കലും ഇങ്ങനെയും പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ പ്ലേസ് ചെയ്യാം? യെസ്, ഈ പറയുന്ന ടെസ്റ്റ് പോസിറ്റീവ് ചാർജിന് എപ്പോഴും മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൻ്റെ അടുത്ത് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. ദാറ്റ് ഈസ് +E അടുത്ത് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ശ്രദ്ധിക്കണം, ഈ ദൂരത്തിന് വേറെ കളർ യൂസ് ചെയ്യാം അല്ലേ? റൈറ്റ്, യെസ്. ഈ ഒരു ദൂരം ഉണ്ടല്ലോ, +Eയും Qയും തമ്മിലുള്ള ദൂരം, +Eയും Qയും തമ്മിലുള്ള ദൂരം. ഈ വരയിട്ടത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിംപ്ലി ആ പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ വെച്ച സ്ഥാനത്തിനെ കാണിക്കാനാണ് ആ വരയിട്ടത്. റൈറ്റ്, ഈ ദൂരത്തിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്? എക്സ് എന്ന് വിളിക്കുകയാണ്. ഈ ദൂരത്തിനെ ഞാൻ വിളിക്കുന്ന പേര് എക്സ് എന്നാണ്. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ക്യൂവിൽ നിന്ന് +4E വരെയുള്ള ദൂരത്തിന് നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ടോട്ടൽ ദൂരം എന്ന് പറഞ്ഞാൽ എ, +Eയിൽ നിന്ന് Q വരെയുള്ള ദൂരം ഞാൻ എക്സ് ആയിട്ട് എടുത്തെങ്കിൽ നിങ്ങൾ തന്നെ പറയടാ മക്കളെ, ക്യൂവിൽ നിന്ന് +4E വരെയുള്ള ദൂരം എത്രയായിരിക്കും? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. അതെന്തായിരിക്കുമടാ? അത് A-X ആയിരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് എക്സ് കുറച്ചാൽ മതി. ദാറ്റ് ഈസ് A-X. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ പടം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോടാ. എങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. എങ്കിൽ നമ്മളിത് അടുത്ത കാര്യത്തിലോട്ട് കിടക്കുന്നു. മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, 2 മൂലമുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ F1 എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോ, F1 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോസിറ്റീവ് +E മൂലം ക്യൂവിലുള്ള ഫോഴ്സാണ് F1 ആയിട്ട് എടുക്കുന്നത്. സോ എന്ത് വരും? 1/4πε0 Q1 Q2/r² അല്ലേ? Q1ൻ്റെ സ്ഥാനത്ത് +E ആണ്. സോ +E × Q, രണ്ടാമത്തെ ചാർജ് Q ആണ്, ദൂരം എത്രയാണ്? X ആണ്. സോ x² എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് F2 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രണ്ടാമത്തെ ചാർജ് +4E മൂലം ക്യൂവിലുള്ള ഫോഴ്സ് ആണെന്ന് പറയുക. F2 = നമുക്കറിയാം 1/4πε0. ഇവിടെയുള്ള ചാർജ് എത്രയാണ് മക്കളെ? അത് +4E അല്ലടാ ചാർജ് എന്ന് പറയുന്നത്. ഈ +4E മൂലം ക്യൂവിലുള്ള ഫോഴ്സ് ആണ്. സോ അതിനാൽ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? +4E × Q ഡിവൈഡഡ് ബൈ ഇവർക്കിടയിലുള്ള ദൂരം എത്രയാണ് മക്കളെ? അത് A-X അല്ലേ ദൂരം എന്ന് പറയുന്നത്. സോ താഴെ എന്ത് എഴുതാം? യെസ്, A-X² എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് എടുക്കാം? ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് എടുക്കാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ. ഇനി നമുക്കറിയാം ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആവുമ്പോഴാണ് ഈ ടെസ്റ്റ് പോസിറ്റീവ് ചാർജായ ക്യൂയിലുള്ള നെറ്റ് ഫോഴ്സ് എന്താവുക? 0 ആവുക. സോ വി ആർ ഗോണ ഇക്വേറ്റ് ബോത്ത് ഇക്വേഷൻസ്. സോ F1 = എന്ത് കൊടുക്കാം? F2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1/4πε0 +E × Q ഡിവൈഡഡ് ബൈ x² എന്തിന് ഈക്വൽ ആയിരിക്കും? 1/4πε0 +4E × Q ഡിവൈഡഡ് ബൈ ദൂരം എത്രയാണ്? A-X². ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 3. ഇതുവരെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ മക്കളെ? ഒരു തരി സംശയമില്ലാലോടാ. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പോവാണ്. കോമൺ ടേംസ് ഒക്കെ രണ്ട് സൈഡുമുള്ള കോമൺ ടേംസ് ക്യാൻസൽ ചെയ്തു. 1/4πε0 1/4πε0 ഞാൻ ക്യാൻസൽ ചെയ്തു. അടുത്തത് ക്യൂവും ക്യാൻസൽ ചെയ്തു, ഇയും ഞാൻ ക്യാൻസൽ ചെയ്തു. ക്ലിയർ അല്ലേ? ഇതെല്ലാം കോമൺ ആണ്. സോ അവയൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബാക്കിയുള്ള ടേംസ് ഞാനൊന്ന് എടുത്ത് എഴുതിക്കോട്ടെ മക്കളെ. ബാക്കി എന്താണ് ഇടതുഭാഗത്തുള്ളത്? വെറും 1/x² മാത്രമേ ഉള്ളൂ. റൈറ്റ്, യെസ്, ദാറ്റ് ഈസ് 1/x². 1/x² = വലതുഭാഗത്ത് എന്താ മക്കളെ ഉള്ളത്? ഒരു 4 ഉണ്ട്, താഴെ ഒരു A-X² ഉണ്ട്. സോ 4 ഡിവൈഡഡ് ബൈ A-X². രണ്ട് സൈഡും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ A-X² = 4x² എന്ന് വരും. ശരിയല്ലേ? A-X² = 4x². ഇനി ഞാൻ റൂട്ട് എടുക്കട്ടെ മക്കളെ. രണ്ട് സൈഡും റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? A-X = എന്ത് വരും? 2x എന്ന് വരും. 4ൻ്റെ റൂട്ട് 2 ആണ്. x² റൂട്ട് എന്ന് പറഞ്ഞാൽ x ആണ്. സോ A-X = 2x എന്ന് എനിക്ക് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോടാ. സോ -x ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ +x ആയിട്ട് മാറില്ലേ? സോ A = 2x + x എന്ന് കിട്ടും. എങ്കിൽ A = എന്ത് കിട്ടും? 3x എന്ന് കിട്ടും. A = 3x. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x എന്ന് പറയുന്ന ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ A = 3x ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് x = എന്ത് എഴുതാം? A/3 എന്ന് എഴുതാം. x = A/3. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഇത് ഏത് യൂണിറ്റിലാണ് എന്ന കാര്യം നമുക്കിവിടെ നോക്കാം. ഇവിടെ അവർ യൂണിറ്റ് പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്തില്ല. ജസ്റ്റ് ഡിസ്റ്റൻസ് A എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. സോ അതിനാൽ തന്നെ നമുക്ക് A/3 നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുപോലൊരു ചോദ്യം 3 മാർക്കിന് നിങ്ങളുടെ ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെന്തായാലും വളരെ വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ പഠിക്കണം, അടിപൊളിയായിട്ട് മനസ്സിലാക്കണം. പിന്നെ
+2 നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് അഗ്നി ബാച്ചിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും അഡ്മിഷൻ എടുക്കുക. ഒരു മടിയും കൂടാതെ 1 മാസത്തിനകത്ത് ഓണപ്പരീക്ഷയ്ക്ക് വേണ്ട മുഴുവൻ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കും. എക്സാമും നടത്തിയിരിക്കും മക്കളെ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. എല്ലാവരും അഗ്നി ബാച്ചിനകത്ത് ജോയിൻ ചെയ്യണം. ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ താഴെ ഉറപ്പായും കമന്റ് ചെയ്യുക. നമുക്ക് കാണാം മക്കളെ. ടാറ്റാ.